ഈ ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളൂ. പാർട്ടിയുടെ 2019 വരെയുള്ള നിലപാട്, 2021 നിലപാട്, അത് പുറത്തു പറയുന്നതിലുള്ള ബുദ്ധിമുട്ട് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പരിമിതിയാണ്. അത് അംഗീകരിച്ചാൽ മതി. അങ്ങനെ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അംഗീകരിക്കണമെങ്കിലൊക്കെ അംഗീകരിക്കേണ്ടുള്ളൂ, അല്ലാണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി അംഗീകരിക്കാൻ കഴിയും. 2019 ഒരു നിലപാടുണ്ടായിരുന്നു, അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി വിധിയുടെ തന്നെ വിശാല ബെഞ്ചിന് വിട്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ആ വിഷയം കഴിഞ്ഞു. വിശാല ബെഞ്ച് തീരുമാനമെടുക്കുന്നത് വരെ ഇനി അക്കാര്യത്തിൽ നിലപാട് പറയേണ്ട കാര്യം എന്താണ്? ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുക, കോടതികൾ അംഗീകരിക്കുന്ന പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുക. നിലപാട് മനസ്സിലിരിക്കട്ടെ, പറഞ്ഞോളൂ. ഓക്കെ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ ചോദ്യത്തിന് ശ്രീ എം വി നികേഷ് കുമാർ പൂർണ്ണമായ മറുപടി നൽകിയിട്ടില്ല. മാത്രവുമല്ല, CPIM-ന്റെ മുതിർന്ന നേതാവ് തന്നെയാണല്ലോ MA ബേബി. അതാരും നിഷേധിക്കുന്നില്ലല്ലോ. MA ബേബി 2021 ഫെബ്രുവരി 9 കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് MA ബേബിയാണ് ഈ വിഷയത്തിൽ കൃത്യമായി സൗണ്ട് ബൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. CPIM ഈ ശബരിമല വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്നുള്ള UDF-ന്റെ വാഗ്ദാനത്തിനോടുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, പുനഃപരിശോധനാ ഹർജികളിൽ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം വരുന്ന സമയത്ത് ആവശ്യമെങ്കിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ്. പറയട്ടെ സാറേ, വിശ്വാസികളുടെ സമ്മർദ്ദം കൊണ്ടല്ല. CPIM വിശ്വാസികളെ ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതെന്ന് പറഞ്ഞ നിലപാട് വിശ്വാസികളെ എങ്ങനെയാണ് ഹർട്ട് ചെയ്യുക? ഒരു സെക്കൻഡ് മതി, എനിക്ക് അധികം സമയം വേണ്ട, 10 സെക്കൻഡ് മതി. വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? അതോ ഇരുമുടിക്കെട്ട് നിലത്തിട്ട് ചവിട്ടുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? ഇരുമുടിക്കെട്ട് താഴേക്ക് ചവിട്ടുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? ഏതാണ്? സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണോ? ഇരുമുടിക്കെട്ട് താഴേക്ക് ചവിട്ടുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടാണ് ഏതാണ്? ഒരു നിങ്ങളുടെ നയം, അതായത് BJP-യുടെ നയം എന്ന് പറയുന്നത് വർഗീയമായി വിഭജിക്കുന്നതാണ് നിങ്ങളുടെ നയം. BJP-യുടെ നയം എന്ന് പറയുന്നത് ആ വർഗീയമായി വിഭജിക്കുമ്പോഴെങ്കിലും ഏറ്റവും കുറഞ്ഞ സ്വന്തം വിശ്വാസത്തിനെ ഇങ്ങനെ ചവിട്ടി മെതിക്കാമോ? വിശ്വാസത്തെ ചവിട്ടി മെതിക്കാമോ? നാണക്കേടെ നിന്റെ പേരോ BJP എന്നല്ലേ നമുക്ക് അപ്പോൾ ഇപ്പോൾ പറയുന്നത്. CPIM-നാണ് നിലപാടില്ലാത്തത്, നിലപാട് മാറ്റി. നമ്മളിവിടെ സുവർണാവസരവും കണ്ടതാണ്. CPM നേരത്തെ എടുത്ത ഉറച്ച നിലപാടും പിന്നീടുള്ള മൗനവും അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതായാലും ശബരിമല വനിതാ മതിലുള്ള അഭിമാന കാര്യമൊന്നും ഇപ്പോൾ ഇനി പറയില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതാണ് പ്രായോഗികതയാണ് ഇവിടെയും കണ്ടത്. തരംഗം ആവർത്തിക്കുമെന്ന് ആവർത്തിക്കില്ല എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.